കലോത്സവങ്ങളെ അപേക്ഷിച്ച് കായികമേളയെ അധികൃതർ അവഗണിക്കുന്നതായി ആക്ഷേപം. 3 ദിവസം നീണ്ടുനിൽക്കുന്ന കൊടുങ്ങല്ലൂർ ഉപജില്ലാ കായികമേളയിൽ കുട്ടികൾക്ക് കുടിക്കാൻ കുടിവെള്ളം പോലും നൽകാൻ പണമില്ല. കൊടുങ്ങല്ലൂർ ഉപജില്ലയിലെ 70 വിദ്യാലയങ്ങളിൽ നിന്നുമായി 1552 കുട്ടികൾ പങ്കെടുക്കുന്ന കായികമേള പരാധീനതയുടെ നടുവിലാണ് സംഘടിപ്പിക്കപ്പെടുന്നത്. പൊരിവേലിൽ ഓടിയും ചാടിയും തളരുന്ന കുട്ടികൾക്ക് ദാഹജലം പോലും നൽകാൻ വകയില്ലാതെ സംഘാടകർ വലയുകയാണ്. കായികമേള ഉദ്ഘാടനം ചെയ്യാനെത്തിയ കയ്പമംഗലം MLA E.T. ടൈസൺ മുൻകൈയെടുത്ത് കായിക അധ്യാപകരുടെ സഹകരണത്തോടെ കുട്ടികൾക്ക് ഭക്ഷണം നൽകാനുള്ള സംവിധാനം ഒരുക്കുകയായിരുന്നു. 8ാം ക്ലാസ് വരെയുള്ള കുട്ടികളിൽ നിന്നും മേളകളുടെ നടത്തിപ്പിനായി പണം പിരിക്കരുതെന്ന നിർദ്ദേശമാണ് കായികമേളയുടെ സംഘാടനത്തിന് വിനയായത്. ഉപജില്ലയിൽ കായിക മത്സരങ്ങൾ നടത്തുവാൻ ആവശ്യമായ സ്ഥലസൗകര്യമുള്ള MES സ്കൂളാണ് മിക്ക വർഷങ്ങളിലും കായികമേളയ്ക്ക് ആതിഥേയത്വം വഹിക്കാറുള്ളത്. ഇക്കുറിയും മേളയുടെ മുഴുവൻ ചുമതലയും ആതിഥേയരുടെ തലയിലാക്കുകയായിരുന്നു. ഉപജില്ല സ്കൂൾ കലോത്സവത്തിന് ഭക്ഷണം ഒരുക്കുന്നതിന് മാത്രം 2.5 ലക്ഷത്തോളം രൂപ മാറ്റിവെക്കപ്പെടുമ്പോൾ കായികമേളയിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് ചില്ലിക്കാശ് പോലും മാറ്റിവെക്കാറില്ലെന്നതാണ് വസ്തുത. കായികമേളയ്ക്ക് കലോത്സവത്തെ അപേക്ഷിച്ച് അധികൃതരും ജനപ്രതിനിധികളും വേണ്ടത്ര പരിഗണന നൽകാറില്ല. അതുകൊണ്ട് തന്നെ കലോത്സവത്തിന്റെ ആഡംബരവും ജനപങ്കാളിത്തവും കായികമേളയ്ക്ക് ലഭിക്കാറുമില്ല. TCV കൊടുങ്ങല്ലൂർ.